ശബ്ദ നിയന്ത്രണവും പ്രകാശ നിയന്ത്രണവും. അതുകൊണ്ട് ഈ ഹോളിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ബെല്ലോടുകൂടി ഈ നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. ർപ്പിച്ച മനുഷ്യൻ സൗരയൂഥങ്ങളെ കീഴടക്കി. സഹൃദയരെ, സകല സൃഷ്ടികൾക്കുമേലും അധികാരമുറപ്പിച്ച മനുഷ്യൻ സൗരയൂഥങ്ങളെ കീഴടക്കാൻ വെമ്പൽ കൊള്ളുന്നു. ജീവന്റെ ഉറവ ഉടലെടുത്ത നാൾ മുതൽ അഹങ്കാരം എന്ന പൈശാചിക സ്വഭാവവും പിറവിയെടുത്തു. അഹങ്കാരത്തിന്റെ കൊടുമുടികളിൽ അടയിരിക്കുന്ന മാനവകുലത്തിന് നീതിശാസ്ത്രത്തിന്റെ സാരോപദേശവുമായി മനുഷ്യപുത്രൻ പ്രയാണം ആരംഭിച്ചു. അഹങ്കാരക്കോട്ടകളെ തച്ചുടച്ച ആ ശബ്ദം ദിഗന്ധങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. നിത്യ സൗഭാഗ്യത്തിൽ എത്തിപ്പിടിക്കാൻ നീതിശാസ്ത്രങ്ങൾ അനുസരിക്കുന്നു. നിന്റെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയാതിരിക്കട്ടെ. എളിമയാണ് വലിമയിലേക്കുള്ള മാർഗം എന്ന സന്ദേശവുമായി BMCC ഗലീലി സോൺ അഭിമാനപൂർവം സമർപ്പിക്കുന്നു പത്രോസിന്റെ കണക്ക് പുസ്തകം.
എന്റെ അപ്പച്ചൻ മരിച്ചിട്ട് 4 ദിവസമായി. അവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പച്ചന്റെ ആത്മാവ് എവിടെയാണെന്ന് അറിയാതെ എല്ലാവരും ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അല്പസമയം വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കിയിട്ട് പറയാം. ഹലോ, എന്താ നിങ്ങളുടെ അപ്പച്ചന്റെ പേര്? മത്തായി. ഇവിടെ കാണുന്നില്ലല്ലോ, വീട്ടുപേരൊന്ന് പറയുമോ? കോത്താഴത്ത്. കോത്താഴത്ത് മത്തായി എന്നാ എല്ലാരും വിളിക്കുന്നത്. ഏതായാലും ഇവിടെ എത്തിയിട്ടില്ല. 4 ദിവസമായെന്നല്ലേ പറഞ്ഞത്? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇനി നരകത്തിലെങ്ങാനും കാണുമോ? അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കൂ. ഇവിടുന്ന് തലത്തിലേക്ക് വിളിച്ചാൽ ലൈൻ കേട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഒന്ന് സഹായിക്കാമോ? അങ്ങോട്ടൊന്ന് വിളിച്ച് ഒന്ന് അന്വേഷിക്കാമോ? ശരി ശരി. ആ ലൂസിഫറിന്റെ കയ്യിൽ നിന്ന് കൊടുക്കാമോ? ഹലോ, എന്ത് വേണം? ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിക്കുകയാണ്. 4 ദിവസം മുമ്പ് മരിച്ച മത്തായി കൊടുക്കാലത്ത് അവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ ഒരാൾ ഭൂമിയിൽ നിന്ന് വിളിച്ചിരുന്നു. നോക്കി പറയാം. എടാ എന്താണ് ആ ബുക്കിംഗ് എടുക്കൂ. കോത്താടുത്ത് മത്തായി എന്നൊരാൾ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ശരി ശരി, വളരെ സന്തോഷം. ഹലോ, ഔസേപ്പച്ചനല്ലേ? നിങ്ങളുടെ അപ്പച്ചൻ സ്വർഗത്തിലും എത്തിയിട്ടില്ല, നരകത്തിലും എത്തിയിട്ടില്ല. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് പോയി നോക്കാം. ആ, വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് കേട്ടോ. വിശുദ്ധന്മാരും ഒക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ അവരുടെ കൂടായിരിക്കും എന്റെ താമസം. ആരാ, എന്തു വേണം? ഞാൻ മത്തായി, കോത്താഴത്ത് മത്തായി. ഞാന് നല്ല ഓട്ടം കൂടി. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇനി അങ്ങോട്ട് പ്രവേശിക്കാമല്ലോ അല്ലേ? ഒന്ന് അവിടെ നിൽക്കൂ. ഓ, പുത്തന നോക്കണായിട്ടല്ലേ? ആ നോക്കിക്കോ നോക്കിക്കോ. നോക്കുമ്പോ കണ്ണു തള്ളിപ്പോകും. ഇനി ഞാൻ അങ്ങോട്ട് പ്രവേശിക്കട്ടെ? അല്പ താമസമുണ്ട്. അതിന് ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലോ. തിരക്കല്ല പ്രശ്നം, ഇത് വായിക്കാൻ കഴിയുന്നില്ല. എന്ത് പറ്റി? ഒന്നും തെളിഞ്ഞിട്ടില്ല. അല്ല, നല്ല പേനയും മാറ്റി ഉപയോഗിച്ച് എഴുതാൻ മേലായുള്ള തോന്നിയാണ്. ഒരു ഉപകാരം ചെയ്യുമോ? ആ നന്മ പ്രവൃത്തികൾ ഒന്നുകൂടൊന്ന് പറയുമോ? പിന്നെന്താ? പക്ഷേ എഴുതി കൈ കരയ്ക്കും കേട്ടോ. 1 2 10 വല്ലതും ആണോ? ഓ, ഇരട്ടി പണിയായി. എങ്കിലും പറയൂ. ഇനിയെങ്കിലും നന്നായിട്ടൊന്ന് എഴുതാം. കർത്താവിനെ ഞാൻ ഒരു മണി വാങ്ങിച്ചോളൂ. മണിയോ? അറിയാമല്ലേ, പള്ളിമണി. അത് ശരി. ആ മണി മുഴങ്ങിയപ്പോ അതാ എന്റെ മണി മുഴങ്ങുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നല്ലേ? അതിനെന്താ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ? കർത്താവിന് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ചോദിച്ചത്. പിന്നെന്താ ഉള്ളത്? പിന്നെ പാവപ്പെട്ട ഒരാൾക്ക് പള്ളിയിൽ നിന്ന് വീട് വെച്ച് കൊടുത്തപ്പോ അതിന്
പേരും മേൽവിലാസവും പള്ളി നോട്ടീസ് ബോർഡിൽ ഇട്ടിരുന്നില്ലേ? പിന്നില്ലാതെ ഇട്ടിരുന്നു. ഞാനാണ് ഏറ്റവും അധികം കൊടുത്തത്. നന്മ ചെയ്യുന്നവരുടെ കരുത്ത് ആരുടെയും പുറകിലാക്കുന്നത് എനിക്കിഷ്ടമല്ല. സംഭാവന കൊടുത്തവരിൽ ഒന്നാമനായപ്പോൾ സന്തോഷം തോന്നിയല്ലേ? പിന്നെ തോന്നാതിരിക്കുമോ? രൂപ 10,000 അല്ലേ കൊടുത്തത്? എന്നിട്ടും അങ്ങോട്ട് തെളിയുന്നില്ലല്ലോ. ഇനിയെങ്കിലും ഒരു നല്ല പേന ഉപയോഗിച്ച് എഴുതേണ്ട പത്രോസിയായി. ഇവിടെ ഈ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഈ ഇരിക്കുന്നവരുടെ ഒക്കെ കാര്യങ്ങൾ ഈ പേന വെച്ച് തന്നെ എഴുതിയിട്ടുള്ളത്. ആരാ? പേരെന്താ? എന്റെ പേര് ബാപ്പി. കടന്നു വരൂ. ഇതെന്ത് ന്യായമാ പത്രോസിയായി? ഞാനല്ലേ ആദ്യം വന്നത്. അയാളോട് നിൽക്കട്ടെ. അത് മതി യജമാനെ, തമ്പ്രാൻ കഴിഞ്ഞിട്ട് മതി എന്റെ കാര്യം. ഞാൻ ഇവിടെ നിന്നോളാം. താൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിൽ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടില്ലേ മുത്തയച്ച? പാപി കടന്നു വരും. നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. ശരി ശരി, പറയൂ, ഇനി എന്താ ഉള്ളത്? ഇനിയല്ലേ ശരിക്കും ഉള്ളത്. ഞാൻ കരിസ്മാറ്റിക്കാണ്. അതെന്താണ്? അത് കൊള്ളാമല്ലോ. അപ്പൊ ഇതൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ അതൊന്നും വിശദീകരിച്ച് നേരം കഴിയും. നന്മ പ്രവൃത്തികൾ മാത്രം പറഞ്ഞാൽ മതി. വചനം പ്രകടിപ്പിക്കും. ഓ, അത് നന്നായി. ചിലപ്പോ വചന പ്രഘോഷണം നന്നായില്ലെന്ന് വിചാരിച്ച് ദുഃഖം തോന്നിയിട്ടുണ്ടല്ലേ? പിന്നെ തോന്നിയിട്ടില്ലേ? എത്ര ഒരുങ്ങിയാലും ചിലപ്പോ അങ്ങനെ. എന്തായാലും പൊതുവെ പറഞ്ഞ എന്റെ ക്ലാസ് അത്ര മോശമൊന്നും അല്ലായിരുന്നു. പിന്നെന്താ ഉള്ളത്? പ്രവചനം നടത്തിയിട്ടുണ്ട്. അതെ, അത് ശരിയായപ്പോ പലരും അന്തം വിട്ടിരുന്നിട്ടുണ്ട്. പ്രവചനങ്ങൾ നിറവേറാതെ ഇരുന്നിട്ടുമുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോ വിഷമം വല്ലതും? പിന്നെ ഉണ്ടോന്നോ? കർത്താവിനല്ലേ നടക്കട്ടെ. എനിക്കും വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ. രോഗശാന്തിയുടെ കാര്യം ഇങ്ങനൊക്കെ തന്നെ. രോഗം മാറ്റിയിട്ടുണ്ടോ? മാറ്റിട്ടുണ്ട്. മാറാതെ ഇരുന്നു. മാറിയത് വീണ്ടും വീണ്ടും വന്നിട്ട്. നാണക്കേടായല്ലേ? കർത്താവിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചുകൂടാ എന്ന് തോന്നി. ചിലപ്പോഴൊക്കെ ശരി ശരി, ഇനി എന്തൊക്കെയാണുള്ളത്? ഞാനേ 10 വർഷമായിട്ട് പള്ളി കമ്മിറ്റിയിലെ സ്ഥിരം മെമ്പറാണ്. പിരിയണം എന്ന് തോന്നുമ്പോ എല്ലാവരും നിർബന്ധിച്ച് വീണ്ടും. പിന്നെ ഞാൻ ഓർക്കുമ്പോ ഈ നേതാവായിട്ടിരിക്കുക എന്നുള്ള സുഖമുള്ള ഏർപ്പാടാണ്. അത് ശരിയാ. അങ്ങനെ കഴിഞ്ഞിരുന്നപ്പോഴല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. ഇപ്പോ അവിടെ വലിയ അനുശോചനങ്ങളും ഒക്കെ നടക്കുകയാണ്. അതൊക്കെ ഓർക്കുമ്പോ സന്തോഷം തോന്നുന്നുണ്ടല്ലേ? പിന്നില്ലാതെ നിസ്സാര കാര്യമാണോ അത്? അല്ല, ബുദ്ധം അടയ്ക്കണം. ഇനിയും ഒരുപാട് എഴുതാം. എഴുതുന്നതും നമുക്ക് തെളിയുന്നില്ല. ഇതത്ര ശരിയായ ഏർപ്പാടില്ല കേട്ടോ പത്രോസിയായി. എന്റെ കാര്യം വരുമ്പോ മാത്രം ഈ തെളിയാതിരിക്കണം. ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു. കർത്താവിന് വേണ്ടി എല്ലാം ചെയ്തെന്നല്ലേ പറഞ്ഞത്? പിന്നല്ലാതെ അത് വേണ്ടിയിരുന്നില്ല. ഇതെന്തോ ഒരു വർത്തമാനമാണ് പത്രോസിയായി. മത്തായി സ്വന്തമായിട്ടൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ അവിടുത്തെ കൈകളിൽ ഒരു ഉപകരണമായിട്ട് തീർന്നാ മതിയായിരുന്നു. അപ്പോ ഞാൻ പെട്ട പാടെല്ലാം വെറുതെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എഴുതിയതൊന്നും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്പതാമസം
പോകുന്നത് ഞാനല്ലോ. മത്തായി കാത്തിരിക്കും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്പം വിശുദ്ധീകരണം ആവശ്യമുണ്ട്. കുറച്ചു കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയും. സമയമാകുമ്പോൾ വിളിക്കാം. അങ്ങോട്ട് നിൽക്കും. എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? എല്ലാം വെറുതെ ആയില്ലേ? പത്രോസിന്റെ കണക്ക് പുസ്തകത്തിൽ കയറി പറ്റണമെങ്കിൽ ഞാൻ കുറെ താഴോട്ട് ഇറങ്ങണമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ?